Hello. So let's go on to a new topic which is molecular spectroscopy. ഈ molecular spectroscopy, let me just try to break down these words for you. Okay? അതിൽ നമുക്ക് ആദ്യത്തെ ഒരു വേർഡാണ് നമ്മുടെ ഈ സ്പെക്ട്രോസ്കോപ്പി അല്ലേ, ഈ വാക്ക്. ഈ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ്, ഓക്കെ, വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ഇൻറ്ററാക്ഷൻസ്. ഓക്കെ, സോ ഇറ്റ് ഡീൽസ് വിത്ത്, ഇറ്റ് ഈസ് ദ സയൻസ്, നമ്മൾ ഓർക്കേണ്ട ചില വാക്കുകളാണ്. സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ study of interactions of various types of radiation with matter. അപ്പോൾ സ്റ്റഡി ഓഫ് ദിസ്, ഈ മാറ്ററും റേഡിയേഷനും രണ്ട് എൻറ്റിറ്റി, അവർ തമ്മിലുള്ള ആ ഒരു ഇൻറ്ററാക്ഷൻ, അത് പലതരം റേഡിയേഷൻസ് ഉണ്ട്. ആൻഡ് ആ പലതരം റേഡിയേഷൻസ് മാറ്ററായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അതിൽ വരണ ആ ഒരു വ്യത്യാസങ്ങൾ ഓരോന്നിനും ഓരോ തരത്തിലാണ്. അതിൻ്റെ സയൻസാണ് നമ്മൾ ഈ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയണത്. ഓക്കെ, സോ ഇൻ ജനറൽ ഇതിൽ യു ആർ ആക്ച്വലി ലുക്കിംഗ് ഇൻ ടു എബ്സോർപ്ഷൻ ഓർ എമിഷൻ. നമ്മൾ നോക്കണത്, നമ്മൾ മെഷർ ചെയ്യണത് എന്താ, ഇതിൽ നമുക്കൊരു നമ്മൾ എന്തൊരു സയൻസിൽ നമ്മൾ വി ട്രൈ ടു മെഷർ സംതിങ്, റൈറ്റ്? അപ്പോൾ ഇവിടെ വി ട്രൈ ടു മെഷർ. ഓക്കെ, സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ട്രൈ ടു മെഷർ ആൻഡ് ഇന്റർപ്രറ്റ്. രണ്ടും ചെയ്യണം. ഇത് ഈ മെഷർമെന്റ് ചെയ്തിട്ട് ആ മെഷർമെന്റ് എന്താണെന്നുണ്ട്, അതിൻ്റെ ആ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാവുന്നതിനാണ് നമ്മൾ ഈ ഇന്റർപ്രറ്റ് എന്ന് പറയുന്നത്. എന്ത്, ദി absorption or emission of electromagnetic radiation. Okay, that occurs when molecules or atoms or ions, ഇത് എന്തുമേ, മോളിക്യൂൾസ് ആവാം, ആറ്റംസ് ആവാം, അയോൺസുമേ ആവാം, ഓഫ് എ സാമ്പിൾ നമ്മൾ അതിൻ്റെ ആ ട്രാൻസിഷൻസ് ഫ്രം അലൗഡ് എനർജി ലെവൽസിൽ പോകുമ്പോൾ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ കണ്ടില്ലേ, വെൻ യു സോ ദർ ഒരു പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് വന്നപ്പോൾ യു ഹാഡ് സോ മെനി ലെവൽസ്, റൈറ്റ്? n=1, n=2, n=3 എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഹയർ ദീസ് ആർ കോൾഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്, ദിസ് ഇസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ ഇതുപോലെ ഹൈഡ്രജൻ ആറ്റത്തിനും നമ്മൾ കണ്ടു. സോ അത് ആ ഒരു ഇതൊക്കെ ക്വാണ്ടൈസ്ഡ് ലെവൽസാണ്. ക്വാണ്ടൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഇസ് ദേ ഹാവ് ഓൺലി ഡിസ്ക്രീറ്റ് വാല്യൂസ്. ഇനി ഈ ഒരു ലെവലിൽ നിന്ന് ഒരു യു സീ ദാറ്റ് ഈ ഒരു ലെവലിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിൾ, ജസ്റ്റ് സേ പാർട്ടിക്കിൾ, അവിടുന്ന് വെൻ ഇറ്റ് ഗോസ് അപ്പ് ഓർ കംസ് ഡൗൺ, ഓക്കെ, സോ വെൻ ഇറ്റ് ഗോസ് അപ്പ് ഇറ്റ് നീഡ് സം എനർജി. എന്താ, ഇവിടെ ഇരിക്കുന്ന എനർജി കുറവാണ്, ഇവിടെ ഇരിക്കണമെങ്കിൽ എനർജി കൂടുതൽ വേണം. ഈ എക്സ്ട്രാ എനർജി ആരാ കൊടുക്കണേ? ദാറ്റ് ഈസ് വാട്ട് ഈസ് മൈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കൊടുത്താൽ ഈ പാർട്ടിക്കിൾ ഈ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് കോൾഡ് എബ്സോർപ്ഷൻ. ഇത് എബ്സോർബ് ചെയ്യണു. ഓക്കെ, ദെൻ ഈ ഹയർ ലെവലിലുള്ളൊരു പാർട്ടിക്കിൾ വെൻ ഇറ്റ് കംസ് ഡൗൺ ടു ദ ലോവർ ലെവൽ, ആ ഒരു എക്സസ് എനർജി ഉണ്ടായിരുന്നത് ഇറ്റ് വിൽ ഗിവ് ഔട്ട്. സോ ദിസ് ഇസ് എമിഷൻ. സോ ഞാൻ കൊടുക്കണ ഒരു സെറ്റ് ഓഫ് വേവ് ലെങ്ത് ആണ്, അതിന്ന് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ആണ് ഇത് അബ്സോർബ് ചെയ്യണത്. ഈ ബാക്കിയുള്ളതിനെ നോക്കണതിനെയാണ് നമ്മൾ എബ്സോർപ്ഷൻ സ്പെക്ട്രം. അതായത് ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ കൊടുക്കണു, അതിന്ന് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഇറ്റ് ഷുഡ് കറസ്പോണ്ട് ടു ദി ഡിഫറൻസ് ഇൻ എനർജി. ആ ഒരു ഇത് എടുത്തിട്ട് ബാക്കി വരണ നമ്മൾ കൊടുത്തിരുന്നത് ബാക്കി വരണത് ഒബ്സർവ് ചെയ്യണത് ത്രൂ എ സ്പെക്ട്രോമീറ്റർ ഒബ്സർവ് ചെയ്യണതിനെയാണ് നമ്മൾ എബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. നേരെ മറിച്ച് മുകളിൽ നിന്ന് വന്ന് താഴേക്ക് പോകുമ്പോൾ ഒരു എമിറ്റ് ചെയ്യണൊരു ഇത് എമിഷൻ അല്ലേ വരണം. എന്താ വെച്ചാൽ എക്സസ് എനർജി ഉള്ളത്, അതും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയിട്ടാണ് പോണത്. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യണതിനെയാണ് നമ്മൾ എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് ഐ മെന്റ് ബൈ എബ്സോർപ്ഷനും ആവാം, എമിഷനും ആവാം. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇൻ എ നട്ട്ഷെൽ ഈ സ്പെക്ട്രോസ്കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, മോളിക്യൂൾസിൻ്റെ ട്രാൻസിഷനെ നമ്മൾ
നമ്മൾ സ്റ്റഡി ചെയ്യണതിനെയാണ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. നൗ ജനറലി നമ്മുടെ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ ഒരു ബ്രോഡ് സെൻസിൽ ഓക്കെ സ്പെക്ട്രോസ്കോപ്പി ഇസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്. അത് ഞാൻ ഓൾറെഡി ഇപ്പം ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് ഞാൻ പറഞ്ഞു. അതായത് വി സേ ദർ ഇസ് എബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, 2 തരത്തിൽ. അത് നമ്മൾ ഏതാണോ ഒബ്സർവ് ചെയ്യാൻ അനുസരിച്ചിട്ടാണ് കേട്ടോ. ആൻഡ് ദിസ് ഇസ് എമിഷൻ സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, സോ യു ക്യാൻ ഹാവ് ബോത്ത്. നൗ ഈ സ്പെക്ട്രോസ്കോപ്പിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ യു ആർ ഏബിൾ ടു ഡു എലുസിഡേഷൻ. അതായത് ഒരു മോളിക്കുലർ സ്ട്രക്ചർ എങ്ങനെയാണ്, ആ പൊസിഷൻ ഓഫ് ഓരോ ഗ്രൂപ്പ്സ് എങ്ങനെയാണ്, ആൻഡ് ഹൗ ഇസ് ദി എൻവയറമെൻറ്റ് ഓഫ് ദ, അതായത് ഒരു നമ്മളിങ്ങനെ നമ്മൾ 2-ബ്യൂട്ടനോൾ എന്ന് പറയുന്നു, 1-ബ്യൂട്ടനോൾ അല്ല 2-ബ്യൂട്ടനോൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഈ സ്പെക്ട്രോസ്കോപ്പി. പൊസിഷൻ ഓഫ് ഈച്ച് ആറ്റംസ്, ഈച്ച് മോയിറ്റീസ് നമുക്കൊക്കെ പറയാനുള്ളത് you can do it from your spectroscopy, and that is what is your elucidation of molecular structure. This is the very important application of spectroscopy. Okay, and പിന്നെ അതിന് തന്നെ നമുക്ക് കുറേ പാരാമീറ്റേഴ്സ് അറിയാം. അതായത് ബോണ്ട് ലെങ്ത്, ബോണ്ട് ഡിസ്റ്റൻസ്, അങ്ങനെ പല പല കാര്യങ്ങൾ you go on which each type of spectroscopy you will know. Okay, നൗ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, അതിൽ നമുക്ക് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്താന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ബിക്കോസ് മാറ്റർ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ഒരു മോളിക്യൂൾ. ഓക്കെ, മോളിക്യൂളുമ്മ നമ്മൾ ഇന്ററാക്ട് ചെയ്യണ ആരാ, 2 പേരാണ് ഇന്ററാക്ട് ചെയ്യണ. അതിൽ ആ ഒരാൾ ഇസ് ദിസ് പേഴ്സൺ, ആൻഡ് ദിസ് ഇസ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് radiation which has a wave property. Okay, so നമ്മുടെ ഈ electromagnetic radiation എന്താ, that is the next question for us. So ഞാൻ ഇത് EM എന്നാണ് ഞാൻ എഴുതുന്നത്. electromagnetic radiation is nothing but a radiant energy. Okay, it is a radiant energy. Radiant അത് റേഡിയേറ്റ് ചെയ്യുന്നു, അതത്രേ ഉള്ളൂ. ഇറ്റ്സ് എൻ എനർജി ദാറ്റ് ഇസ് റേഡിയേറ്റിംഗ് ആൻഡ് ദാറ്റ് ഇസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ ഫ്രീ സ്പേസ്. ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ ഫ്രീ സ്പേസ് ഓർ എ മെറ്റീരിയൽ മീഡിയം. സൂര്യന് നമുക്ക് ലൈറ്റ് ഇവിടെ വരെ എത്തണത് ദാറ്റ്സ് എ പ്രൊപ്പഗേഷൻ ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് റേഡിയേഷൻ, ദാറ്റ് ഇസ് ലൈറ്റ്. ലൈറ്റ് ഇസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഇനി ഇതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഓക്കെ, വൺ ക്യാരക്ടറിസ്റ്റിക് ഇസ് ദേ ഷോ വേവ് പാർട്ടിക്കിൾ എന്താ ഡ്യുവൽ നേച്ചർ. ഓക്കെ, so an electromagnetic radiation has a dual nature, that has properties of both wave as well as a particle. Okay, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലൈറ്റ് is made up of photons. The particles in my light is photons. Okay, another property, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഒരു ഓസിലേറ്റിംഗ്, ഓക്കെ, അതിന് ഒരു ഓസിലേറ്റിംഗ് അതാണ് ആ വാക്ക് കണ്ടോ, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അത് ഓസിലേറ്റ് ചെയ്യാന്നാണ്. Okay, so there is an electric vector, there is a magnetic field. Okay, you can call it as field. Okay, there is a electric and a magnetic field which is perpendicular to each other. Okay, and these two are also perpendicular to our direction of propagation. അപ്പം നമ്മുടെ ഈ ആക്സിസ് പോലെയാണ്. ഓക്കെ, നമ്മൾ വി ഡ്രോ ആർ എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള XYZ ആക്സിസ് നമ്മൾ വരയ്ക്കണ പോലെ, സി ഐ ക്യാൻ സേ ദാറ്റ് if this is the way it goes, you can have let me draw it in different colors. Okay, so I can ഈ ഒരു അതായത് ഈ ഒരു ഇതിൽ കൂടെ പോണത് is my, let's say it is my
magnetic wave, so it is going like this kind of straight at. So I know it is along this direction, okay, which is my, let me call this z axis, okay, anything, it doesn't matter. Then look, y axis ഇത് അപ്പോൾ ഇങ്ങനെയല്ലേ പോകേണ്ടത്. So this is my, I was to take another color, sorry, ഇങ്ങനെ this is my electric field. So one is electric, ഏതായാലും കുഴപ്പമൊന്നുമില്ല, this is electric ആണെങ്കിൽ this is magnetic, അത്രേ ഉള്ളൂ, okay. And this, and which will be the direction of propagation? It will be this way, okay. So this will be the direction of propagation. And a very important thing is they do not require a medium and can move in medium venda and can move in vacuum. Ado ee oratta karanam kondana we are able to receive the light from the sun. All right. Then another thing is that ഈ എല്ലാ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. Another property of this is that all the EM radiations travel with the same velocity. ഇതിൻ്റെ ഒരു വളരെ കാര്യം ഞാൻ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞുതരാം. That is, they have C and that is equal to 3 into, roughly ആണ്, 3 into 10 raised to 8 meter per second. This is what we say the speed of light. പിന്നെ another characteristic, the frequency, അതാണ് new, okay. The frequency of the wave is related to the wavelength as by C by lambda. This is the equation you should know very much by heart. And also there is something, 1 by lambda is equal to nu bar, which is called wave number. ഈ വാക്കുകളൊക്കെ ഓർത്ത് വെച്ചോളണം. So this is, C is the speed of light. നമ്മൾ ലൈറ്റ് വരുമ്പോൾ മാത്രമേ C ഉപയോഗിക്കുള്ളൂ, അല്ലെങ്കിൽ V എന്നാണ് നമ്മൾ ഉപയോഗിക്കുക, വെലോസിറ്റി. So this is the frequency, this is the wavelength, and I can also define another quantity called wave number. എന്താ വെച്ചാൽ ഓരോ സ്പെക്ട്രോസ്കോപ്പിക്ക് നമ്മൾ ഓരോ ആണ് നമ്മൾ ചില ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേകത എടുക്കുന്നുണ്ട്. അത് അവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. So you can know that. Okay, that's why you should know all these terms. So I have another relation, that is nu is equal to C nu bar. Okay. Now let's go to energy. എല്ലാത്തിനും എനർജി ഉണ്ടല്ലോ. So energy is related, okay, by the equation E is equal to h nu. Now nu എനിക്കറിയാം, I know it is hc by lambda, or I can also write this as hc nu bar. അപ്പോൾ ഈ വക റിലേഷൻസ് ഒക്കെ ഓർക്കണം. This is the Planck's equation and this is h is my Planck's constant. എത്രയാണ് ആ വാല്യൂ? I hope everybody remembers this value. Please, ഇതൊക്കെ ബൈ ഹാർട്ട് ആയിട്ട് പറയേണ്ടതാണ്. 6.626 into 10 raised to minus 34. Remember the unit? Joule seconds. Okay. So you can have some kind of problems ഒക്കെ ചുമ്മാ ചെറിയ 1 മാർക്കിനൊക്കെ തരുമായിരിക്കും, എനിക്കറിയില്ല. Maybe they may ask you to do it. Now let me look into how does the regions of the electromagnetic spectrum. Very important are regions of electro. You can Google this and വളരെ ഭംഗിയായിട്ട് കുറേ കളേഴ്സിൽ കാണും. I have also shared some വേറെ വീഡിയോസ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുമുണ്ട്. പ്ലീസ് ലുക്ക് ഇൻ ടു ദാറ്റ് ഫോർ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു വിഷ്വൽ എക്സ്പീരിയൻസ്. ഓക്കെ, ഹിയർ ഐ എം ജസ്റ്റ് ഗിവിങ് യു എ വെരി ഓരോരോ ക്ലാസ്സിൽ എടുക്കുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത്. ഐ വുഡ് ലൈക്ക് യു ടു ഈവൻ ലുക്ക് ഇൻ ടു ദോസ് തിങ്സ്. സോ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഫ്രീക്വൻസി പല ഫ്രീക്വൻസീസ് ഉണ്ടാവാം. ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ ദർ ആർ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. ഓക്കെ, ആൻഡ് അത് നമ്മൾ അറേഞ്ച് ചെയ്യണതിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ സ്പെക്ട്രം ഇസ് ഡിവൈഡഡ് ഇൻടു റീജൻസ്. ഓക്കെ, സോ ഒരു distribution of electromagnetic waves according to their frequencies or their wavelengths or their energies, ഏത് വേണമെങ്കിൽ പറയാം, is called into different regions is called electromagnetic spectrum.
ഓക്കെ. സോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആണ്, അതിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ. ഇൻ ജനറൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇൻക്രീസിങ് ആണ്, അതായത് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യണ ഓർഡറിലാണ് generally we arrange it, or you can also say or energy increase in order or decreasing wavelength, because I know that nu is my, I'll write that here, nu is inversely proportional to lambda. Okay, so let me get the regions right for you. So I have, so ഞാനൊരു റഫ് ഇതിൽ I just draw this like this, and I say that I have different regions. So in my lower end, okay, the lowest end, the lowest energy എന്ന് പറയുന്നതാണ് എൻ്റെ റേഡിയോ വേവ്സ്. Okay, then I have microwaves, then I have infrared. Okay, then I have, after infrared കഴിഞ്ഞ I have my visible, then I have UV, then I have X-rays, പിന്നെ gamma rays, പിന്നെ cosmic rays. So this is how my my electromagnetic spectrum എന്ന് പറയുന്ന ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ. സോ അത് ഒരു സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ആണ് റേഡിയോ വേവ്സിലിരിക്കുന്നത്, പിന്നെ മൈക്രോവേവ്സിലിരിക്കുന്ന, IR-ലിരിക്കുന്ന, വിസിബിൾ, UV, എക്സ്റേ, ഗാമ ആൻഡ് കോസ്മിക്. ഓക്കെ. സോ യു ഹാവ് ഈച്ച് സ്പെക്ട്രോസ്കോപ്പി നമ്മൾ പഠിക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് റീജനിൽ നിന്ന് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എടുത്തിട്ട് ആ മാറ്ററിലേക്ക് ഇൻറ്ററാക്ട് ചെയ്യണമെന്ന് അനുസരിച്ച് യു വിൽ ഹാവ് ഡിഫറെൻറ്റ് സ്പെക്ട്രോസ്കോപ്പീസ് that have been evolved. That I'm sure Deepa Miss-ന്റെ നിങ്ങൾ already you are dealing with this radio wave region where you are discussing your NMR and your ESR. You have discussed dealing with radio വേവ്സ് എന്നാണ് നമ്മൾ ആ റീജിയനിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് മാറ്ററിലേക്ക് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ യു വിൽ സീ ദാറ്റ് ദർ ഇസ് ന്യൂക്ലിയർ ട്രാൻസിഷൻസ്. ഓക്കെ. സോ ദാറ്റ് ഈസ് വാട്ട് വി നോ. സോ നൗ ലെറ്റ് മീ കം ടു ദ മോളിക്യൂൾസ്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്പെക്ട്രം മനസ്സിലായി. നൗ ഈ എനർജി, ഓക്കെ, വി ഹാവ് എനർജി ലെവൽസ് ഇൻ our molecules. Okay, ഒരു total energy of a molecule, a total energy of a molecule is sum of all energies. അപ്പോൾ ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് റൊട്ടേഷണൽ എനർജി, റൈറ്റ്? ദെൻ ഇറ്റ് വിൽ ഓൾസോ വൈബ്രേറ്റ്. നോക്കൂ, ഒരു മോളിക്യൂള് ഇങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ദെൻ ഐ ക്യാൻ ഓൾസോ ഹാവ് എ മോളിക്യൂൾ വൈബ്രേറ്റിംഗ്. ഓക്കെ, വൈബ്രേറ്റിംഗ് വെച്ചാൽ ഇങ്ങനെ ഇറ്റ് ഈസ് ഈ ബോണ്ട് നീളണു, എലോങ്ങേറ്റ് ചെയ്യണു, കംപ്രസ് ചെയ്യണു. അതിനാണ് വൈബ്രേഷൻ പറയുന്നത്. അതായത് മൂവ്മെൻറ്റ് ഓഫ് ബിറ്റ്വീൻ ദ ബോണ്ട്, എക്വിലിബ്രിയം പൊസിഷനിൽ മൂവ്മെൻറ്റ് ഉള്ളത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് വൈബ്രേഷണൽ എനർജി. വൈബ്രേറ്റ് ചെയ്യല്ലേ. സോ ആ മോളിക്യൂളിന് വൈബ്രേഷണൽ എനർജി ഉണ്ട് ഒരു മോളിക്യൂളിന്. ഓൾസോ ഐ നോ ദാറ്റ് ഇലക്ട്രോൺസ് ഓരോ ലെവലിലാണ് ഇരിക്കുന്നത്. അത് തമ്മിൽ ട്രാൻസിഷൻ വരുമ്പോൾ ദർ ഇസ് ഓൾസോ ഇലക്ട്രോണിക് എനർജി. ദീസ് ആർ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിന് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്. സോ ഒരു മോളിക്യൂളിൽ ഐ ഹാവ് 3 sets of energies, okay, which is rotational, vibrational and electronic. And all the 3 are quantized. Very important.
അതായത് നമുക്ക് ഒരു ഡിസ്ക്രീറ്റ് വാല്യൂസേ ഉള്ളൂ, ഒരു ചിലതിനെ അവർക്ക് പ്രിഫറൻസ് ഉള്ളൂ. യു ക്യാൻ ഹാവ് ഓൺലി ഇൻറ്റഗ്രൽ വാല്യൂസ്. ഓക്കെ, സോ ബിക്കോസ് ഓഫ് ദിസ് വാട്ട് യു വിൽ സീ ദാറ്റ്, സോ ഈ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഒരു ടോട്ടൽ എനർജി ഇതാണ്. സോ യു ക്യാൻ സീ ദാറ്റ് യു ക്യാൻ എഫക്റ്റ്. അപ്പോൾ നോക്കൂ, റൊട്ടേഷണൽ എനർജി ക്വാണ്ടൈസ്ഡ് ആയതുകൊണ്ട് ദർ ആർ എനർജി ലെവൽസ്. ദീസ് ആർ കോൾഡ് റൊട്ടേഷണൽ ലെവൽസ്. Okay, vibrational levels are also there, and they are vibrational levels because that is also quantized. And already you have seen electronic levels. നമ്മൾ n equal quantum number n വെച്ചിട്ട് പറയുന്നതാണ് ഈ electronic levels, and that is also, so you have electronic states which we call them, or levels, energy levels, energy levels എന്ന് പറയാം. So because they are certain values മാത്രം എടുക്കണോണ്ട് we have them as quantized. Okay, so in general ഒരു മോളിക്യൂളിലുള്ള മോളിക്കുലർ ലെവൽസ് എങ്ങനെയാച്ചാൽ ഈ എനർജി ലെവൽസ്, now I'm going to draw that in pink. Okay, electronic levels are higher. ഓരോ ഇലക്ട്രോണിക് ലെവൽസിൽ there are vibrational levels, which is my blue. ഓരോ ഇലക്ട്രോണിക് ലെവൽസിൽ നമ്പർ ഓഫ് വൈബ്രേഷൻ, ഞാൻ ജസ്റ്റ് 3 വരയ്ക്കുന്നുള്ളൂ. ഓരോ വൈബ്രേഷൻ ലെവൽസിൽ കുറേ റൊട്ടേഷണൽ ലെവൽസ് ഉണ്ട്. Now do you get it? See, ഓരോ, so who has lesser energy, that is my rotational levelsനാണ് lesser energy ഉള്ളത്. Okay, so remember electronic levels are more different, more far apart. ആ ഓരോ ഇലക്ട്രോണിക് ലെവൽസിൽ there are number of vibrational levels. ഓരോ vibration ലെവൽസിൽ there are a number of your rotational levels. Now let me go to interaction of my matter with this electromagnetic radiation. Now ഈ electromagnetic radiationൽ ഞാൻ പറഞ്ഞില്ലേ, we have a number of എന്താ പറയുക, നമുക്ക് now we are going into the next topic. Let me just clear the canvas. Okay, so we are going into the interaction of electromagnetic radiation with matter. This is the very important thing for you. You should remember this very well. എല്ലാം ഓർക്കണം. സോ ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നമുക്കൊരു ഇലക്ട്രിക് കോമ്പണൻറ്റ് ഉണ്ട് ആൻഡ് ദർ ഇസ് എ മാഗ്നറ്റിക് കോമ്പണൻറ്റ് അല്ലേ. സോ 2 ഫീൽഡ്സ് ഉണ്ട്. നൗ നമ്മൾ ഒരു സാമ്പിൾ, ഓക്കെ, ഇവിടെ ഒരു സാമ്പിൾ ഞാൻ എടുത്തിട്ട് ഐ ആം ഗോയിങ് ടു ഇറേഡിയേറ്റ്. വി ജനറലി ഓൺലി ഷോ വൺ ലൈക്ക് ദിസ് ആസ് എ വേവ്. ഓക്കെ, നമുക്ക് 3 ഡയറക്ഷൻ കാണിക്കാറില്ല, നമ്മൾ ജസ്റ്റ് വി ജസ്റ്റ് ഷോ ദിസ് ലൈക്ക് എ വേവ്. വെൻ ദിസ് ആക്ച്വലി ഇതിൽ ആ 2 കോമ്പണൻറ്റും വരുന്നുണ്ട് വിത്ത് ഓഫ് കോഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ. അത് വന്ന് വെൻ ഇറ്റ് സ്ട്രൈക്സ് ദിസ് സാമ്പിൾ, ഈ സാമ്പിളിലേക്ക് ഒന്നെങ്കിൽ ഈ ഇലക്ട്രിക് അല്ലെങ്കിൽ ഈ മാഗ്നറ്റിക് കോമ്പണൻ്റ് ആണ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഇൻറ്ററാക്ട്. ഓക്കെ, ആൻഡ് ഈ ഇൻറ്ററാക്ഷൻ, ഇങ്ങനെ ഒരു ഇൻറ്ററാക്ഷനിൽ നമുക്ക് അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫ്രീക്വൻസി നടക്കും. ഓക്കെ, സോ ബിക്കോസ് ഓഫ് ദാറ്റ് absorption, so ഒരു absorption of a particular frequency നടക്കുമ്പോൾ definitely എനിക്കറിയാം there is an energy. So let me say that what is the energy, and what happens is that ഒരു molecule, if I have the molecule sitting in E1 state, and because it is molecule ഇവിടെ ഇരിക്കുകയാണ്, ഓക്കെ, ഇത് വന്ന് അബ്സോർബ് ചെയ്തിട്ട് E2 സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഐ സീ ദാറ്റ് ദ ഡിഫറൻസ് ഇൻ എനർജി E1 മൈനസ് E2 ഷുഡ് ബി ഈക്വൽ ടു, നമ്മളതാണ് ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു H nu, ആൻഡ് ദിസ് ന്യൂ കറസ്പോണ്ട്സ് ടു ദി frequency of the radiation which the sample absorbed. Okay, and this is what we call the
Bohr condition. ഇതാണ് നമ്മുടെ Bohr condition. You should remember one very important thing is that ഈ സ്പെക്ട്രോസ്കോപ്പി കണ്ടിട്ട്, അതായത് നമുക്ക് കിട്ടണ ഈ ലൈൻ സ്പെക്ട്ര, ബോറിൻ്റെ ഫസ്റ്റ് ഒബ്സർവേഷൻ ടു സീ ദ absorption spectrum of hydrogen line spectra ആണ് കാണുന്നത്, and not a continuous spectra. So spectroscopy was the reason for how quantum mechanics developed. Okay, so that is just a trivia that I said in between. So okay, so നമുക്ക് ഇവിടെ absorption വന്നു. So ഒരു particular ഒരു മോളിക്യൂൾ ക്യാൻ ഒൺലി, ഇവിടെ ഒരു കണ്ടീഷനിൽ വെരി ഇമ്പോർട്ടൻറ്റ് ഒരു കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു മോളിക്യൂൾ ക്യാൻ അബ്സോർബ് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി only if there exists within a molecule an energy transition of magnitude delta E. ഇതാണ് Bohr condition. So I'll just write that out for you, okay? Which is, ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു മോളിക്യൂൾ, a molecule can absorb, അതായത് എപ്പോൾ നമ്മൾ എന്ത് കൊടുത്താലും അത് അബ്സോർബ് ചെയ്യില്ല. ഓക്കെ, ഇറ്റ് ക്യാൻ അബ്സോർബ് എ പെർട്ടിക്കുലർ frequency only if there exists within the molecule an energy transition of magnitude ഡെൽറ്റ ഇ ഈക്വൽ ടു എച്ച് ന്യൂ. നോക്കൂ, ഈ ഒരു ഡിഫറൻസ് കണ്ടോ, ഈ ഒരു ഡിഫറൻസ് അത് ഡെൽറ്റ ഇ ആണോ, അത് വി ക്യാൻ ഇക്വേറ്റ് ഇറ്റ് ടു എച്ച് ന്യൂ. അപ്പോൾ ഈ ന്യൂവിൻ്റെ അനുസരിച്ചിട്ടുള്ള ആ കൊടുക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ പലതും ഉണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ന്യൂ ഉള്ള വാല്യൂ ഉള്ളത് എനർജി മാത്രം എടുത്തിട്ട് അത് ട്രാൻസിഷൻ നടത്തുള്ളൂ. സോ ദിസ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ആർ, this is what we call as the Bohr condition. Okay, now let me go on to the interaction. Like നമ്മൾ ഓരോന്നിന് ഓരോ പേരുണ്ടല്ലോ that you see. So like I said, first thing is absorption spectroscopy, emission spectroscopy, which you are already familiar with, and which ഞാൻ ആദ്യം പറഞ്ഞ പോലെ. Now let me go to the types of radiation. Okay, and this is a kind of a thing ഞാൻ ആ നോട്ടിലും തരാം. You can just check into the text also, doesn't matter, it's always the same. So let me take lambda, let me take that is the wavelength, or I can discuss it in wave number also. Wave number ഞാൻ പറഞ്ഞില്ലേ, lambda no nu bar എന്ന് പറയും, 1 by lambda. And then I'll go into the types of molecular spectroscopy. Okay, so if I have a radio wave region, okay, now ഞാൻ radio wave in the my radiation I am going to give from the radio frequency. Okay, radio wave, and that is generally less than 100 nanometer, or if you talk in terms of wave number or let me just stick to one. Okay, you generally radio frequency നമ്മൾ ആ NMR ഒക്കെ നമ്മൾ ഫ്രീക്വൻസി ടേംസിലാണ്. അതായത് ഓരോ സ്പെക്ട്രോസ്കോപ്പിക്ക് നമ്മൾ ചില we either say in frequency, in some we say wavelength, in some we say so I will just not, let me just not go much into here. Okay, I'll just take it as a broad sense. So here when it is generally we go in terms of frequency. Okay, avade now generally it will be less than the wavelength is always greater than 100 nanometer, and the frequency വരുമ്പോൾ 3 into 10 raised to 9 ഹെർട്സിൻ്റെ കുറവുള്ള ഫ്രീക്വൻസിയാണ്. ഇവിടെയാണ് the type of this is my NMR.
Okay, so the spectroscopy that you see there is NMR, and ivada varanada is because there is an interaction between the magnetic field. Okay, ആ മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ ഇത് എന്താ പറയുക ഇൻറ്ററാക്ഷൻ വരണത്. ഫൈൻ. ആൻഡ് ഈ ESR എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇച്ചിരി മൈക്രോവേവ് റീജിയനിൽ നിന്നും കൂടി വരണമുണ്ട്. വി ഡോണ്ട് എക്സാക്ട്ലി അതൊരു എന്താ പറയുക ഒരു രണ്ടും കൂടിയിട്ടാണ് വരുന്നത്, മൈക്രോവേവും the high end of radio and the lower end of microwave. So the next type of radiation നമ്മൾ കൊടുക്കുന്നതാണ് മൈക്രോവേവ് അല്ലേ. നമ്മുടെ സ്പെക്ട്രത്തിൽ നെക്സ്റ്റ് മൈക്രോവേവ് അല്ലേ കിടക്കുന്നത്. സോ ജനറലി ദാറ്റ് ഈസ് 1 to 100 നാനോമീറ്റർ. ഓക്കെ, ഈ മൈക്രോവേവ് മൈക്രോവേവ് റീജിയനിൽ നിന്ന് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ മോളിക്യൂളിൽ കൊടുത്താൽ വി ഗെറ്റ് ദ റൊട്ടേഷണൽ സ്പെക്ട്ര. ആ സ്പെക്ട്ര നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിന് റൊട്ടേഷണൽ സ്പെക്ട്രയാണ്. ആൻഡ് ദറ്റ് സ്പെക്ട്രോസ്കോപ്പി ഇസ് കോൾഡ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, then we have the next thing is I have microwave കഴിഞ്ഞാൽ I have your infrared, right? Yeah, infrared region നമുക്ക് കിട്ടുന്ന സ്പെക്ട്രോസ്കോപ്പി ഇസ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ വൈബ്രേഷണൽ ലെവൽസിൽ ഉള്ള ട്രാൻസിഷൻസ് ആണ് സ്റ്റഡി ചെയ്യുന്നത്, ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് മൈ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി. UV വിസിബിൾ രണ്ടും കൂടിയിട്ട് വരണത് സംതിങ് ലൈക്ക് 200 to this will be 400 to 4000 centimeter inverse, which means this is wave number conceptലാണ് നമ്മൾ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡി ചെയ്യണേ. 200 to 800 നാനോമീറ്റർ ആണ്. ആൻഡ് ദിസ് ഹിയർ വി ആർ വേവ് ലെങ്ത് കൺസെപ്റ്റിലാണ് നമ്മൾ UV വിസിബിൾ അതായത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി വിച്ച് വി ആൻഡ് ഇലക്ട്രോണിക് ലെവൽസിലാണ് അത് ട്രാൻസിഷൻസ് നടക്കുന്നത്. സോ ഇറ്റ് ഇസ് കോൾഡ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, then we have also Raman spectroscopy. We have which is actually the vibrational and rotational transitions, പക്ഷേ ഇവിടെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ് Raman spectroscopy. Okay, so when I deal with each I will go into detail. So just remember that നമ്മൾ ആ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നിന്ന് ഏത് റീജിയൻ ആണ് എടുത്ത് നമുക്ക് ആ സാമ്പിളിന് കൊടുക്കുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് വി ഗെറ്റ് ദാറ്റ് പെർട്ടിക്കുലർ spectroscopy. അത് കുറേ ഉണ്ടായതുകൊണ്ട് വി ഹാവ് സ്പ്ലിറ്റ് ഇറ്റ് ആൻഡ് വി സ്റ്റഡി ആൻഡ് ഈവൻ ദ ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ വി കനോട്ട് ഹാവ് ദറ്റ് ഹോൾ തിങ്. ഇതെല്ലാം കൂടിയുമുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് പറ്റില്ല. സോ ഡിപ്പെൻഡിങ് ഓൺ ഈച്ച് ഹൈ സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇതൊക്കെ. ആൻഡ് യു ഷുഡ് ബി ഇൻ ഡെപ്ത് to your physics people who have done a lot of work, and especially designing the technology people for designing lovely instruments which we can study, we can use for our structural elucidation. Okay, so then I have one more small topic to talk about, and so orunu varumba we'll go very much in detail because this is just a overview. Okay, so just remember we have different types of molecular spectra, that is NMR ഉണ്ട്, ആൻഡ് അവിടെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്, സോ മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ ഇൻറ്ററാക്ട് ചെയ്യണത്. ESRലും we see that there is a magnetic field of the electromagnetic spectrum that is interacting with my matter. അതായത് EMഉം മാറ്ററും തമ്മിലുള്ള ഇൻറ്ററാക്ഷനിൽ NMRഉം ESR എന്ന് പറയുന്നത് ദ മാഗ്നറ്റിക് കോമ്പണൻ്റ് ആണ്. ഓക്കെ, മാഗ്നറ്റിക് കോമ്പണൻ്റ് ഓഫ് ദ EM ആണ്. EM വേവ് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. One second. So ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ മാഗ്നറ്റിക് കോമ്പണൻ്റ് ആണ് ഈ NMRഉം ESRന് നമുക്ക് കിട്ടണം. ആൻഡ് ഇൻ മൈ റൊട്ടേഷണൽ, ഓക്കെ, ഇൻ മൈ ദ റൊട്ടേഷണൽ ഇതിൽ
നമ്മുടെ റൊട്ടേഷണൽ ലെവൽസ് ആണ് നമുക്കവിടെ കാണുന്നത്. then that is called the microwave spectra. then we have the vibrational rotational spectra അവിടെയൊക്കെ. and then you have the Raman spectra, electronic spectra. ഇവിടെയൊക്കെ നമ്മുടെ ഈ electric component ഒക്കെയാണ് we are having the interactions with. Then we have to think about the Born-Oppenheimer approximation and also the Boltzmann distribution. Okay, ഈ രണ്ട് ടോപ്പിക്കും കൂടി കുഞ്ഞു ടോപ്പിക്കാണ്. So what is my BO approximation? Called Born-Oppenheimer approximation. ഇത് ചെറുതായിട്ട് ഞാൻ നമ്മൾ when we discussed molecules, quantum mechanical treatment, Schrodinger wave equation for H2+ിലൊക്കെ ഞാൻ അവിടെ ഒരു ചെറുതായിട്ടൊന്ന് പറയും. ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാസ് ഓഫ് ദ ന്യൂക്ലിയസും ഓക്കെ ഈ ചുറ്റി പോണ ഇലക്ട്രോൺസ് തമ്മിൽ മാസ് അത് നമ്മൾ കമ്പയർ ചെയ്യാണ്. ഇൻ ജനറൽ ന്യൂക്ലിയസ് ഈസ് വെരി മച്ച് heavier then compared to the electrons. അപ്പോൾ അതുകൊണ്ട് the motion, അതായത് movement, okay, motion of the nucleus will be very much slow when compared to the electrons. okay, so നമ്മൾ അവിടെ ഒരു assumption ആണ്, ഒരു approximation പറയണം. എന്താ വെച്ചാൽ the motion of the electrons of the nucleus is fixed. അതായത് നമ്മൾ is neglected. നമ്മൾ ഇതിനെ നിഗ്ലക്റ്റ് ചെയ്യണം. ബിക്കോസ് ഇത് വളരെ ഹെവി ആണ്. അപ്പോൾ ഒരു 1000 times അറ്റ്ലീസ്റ്റ് ഹെവിയർ ദ ന്യൂക്ലിയസ് ഇസ് ഹെവിയർ ദെൻ ഒരു പ്രോട്ടോണിൻ്റെയും വൺ സിംഗിൾ പ്രോട്ടോണും ഒരു ഇതിൻ്റെ എന്താ പറയുക ഒരു ഇലക്ട്രോണ് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് തന്നെ ഒരു 1000 ആണ്. അപ്പോൾ കുറേ ഹയർ എലമെൻസിൽ പോകുമ്പോൾ കുറേ പ്രോട്ടോൺസ് ഉണ്ടാവും. അതൊരു സിംഗിൾ ഇലക്ട്രോൺ തമ്മിൽ ഇറ്റ് വിൽ ബി സോ ദ ഡിഫറൻസ് ഇൻ വെയിറ്റ് ഇസ് സോ മച്ച് ഡിഫറെൻറ്റ് ദാറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് സോ ഹെവിയർ ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് അതിൻ്റെ മൂവ് ചെയ്യണേ. ആൻഡ് വി അപ്രോക്സിമേറ്റ് ദാറ്റ് നമുക്ക് ഈ മോഷന് നമുക്കത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് ഇതിൻ്റെ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ദിസ് ഇസ് വെരി വെരി കമ്പാരിറ്റീവ്ലി വെരി ലെസ് ദാറ്റ് വി നിഗ്ലെക്റ്റ് ഇറ്റ്. ഓക്കെ, ദിസ് ഇസ് ദ Born-Oppenheimer approximation. ഈ ഒരു അപ്രോക്സിമേഷൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് എന്താ വെച്ചാൽ ഈ എനർജി ഇല്ലേ, ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം നമ്മളത് ഇക്വേറ്റ് ചെയ്യണത് ഒരു ഇലക്ട്രോണിക് എനർജി ആയിട്ടാണ് ആൻഡ് ന്യൂക്ലിയർ എനർജി ആയിട്ട്. സോ വി സേ ദാറ്റ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം നമ്മളത് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ഐ ക്യാൻ സെപ്പറേറ്റ് ദ ന്യൂക്ലിയർ എനർജി. ഓക്കെ, സോ ദസ് I can thus get that then nuclear the total energy of the will be finally I can split it up and get it equal to the electronic energy, the vibrational energy and the rotational energy. This is the impact of my Born-Oppenheimer the direct impact of this Born-Oppenheimer approximation. And always remember E electronic is very much greater than E vibrational, which is very much greater than E rotational. Okay, so നമുക്ക് ഒരു ചേഞ്ച് ഇൻ എനർജി നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് the change in the total energy, that is delta E, will be equal to delta E electronic plus delta E vibrational plus delta E rotational. So this is the very important aspect of my Born-Oppenheimer approximation. Next we have one more topic which is called the Boltzmann distribution. ഈ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബേസിക്കലി നമ്മളെന്താ ഒബ്സർവ് ചെയ്യണേ ആ സ്പെക്ട്രോമീറ്ററിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എബ്സോർപ്ഷനും എമിഷൻ ഓഫ് റേഡിയേഷൻ ആണ്.
ആൻഡ് നമുക്കിപ്പോൾ ഞാനൊരു സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരാളല്ലല്ലോ അതിലിരിക്കുന്നത്, കുറേ ഒരു നമുക്കൊരു അവഗാഡ്രോ നമ്പറിൽ വെച്ചിട്ട് നമുക്കത് ചിന്തിക്കാമല്ലോ, റൈറ്റ്? സോ വി ഹാവ് ദർ ഇസ് സംതിങ് ലൈക്ക് when you talk about the energy levels, we talk about ഈ ഒരു ടോട്ടൽ സാമ്പിളിൽ the population, okay, we talk about the population ratio, okay. ഈ absorption, അതായത് ഒരു പെർട്ടിക്കുലർ ഗിവൺ ക്വാണ്ടം സ്റ്റേറ്റിൽ നിന്ന് absorption നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് വെൻ ഐ ലുക്ക് ഇൻ ടു ദ സ്പെക്ട്രോമീറ്ററിൽ എനിക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഉണ്ടാവണം. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ദ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ടെൽസ് യു, ദാറ്റ് ഇറ്റ് ഗിവ്സ് യു ദ പോപ്പുലേഷൻ റേഷ്യോസ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്. ഓക്കെ, അതായത് ഇഫ് മൈ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇസ് ഐ ആൻഡ് ദ ഫൈനൽ സ്റ്റേറ്റ് ഇസ് ജെ, or രണ്ട് സ്റ്റേറ്റ് ni and the number of the population in the I state and the J state is ni and nj. The ratio, okay, is given by a relation which is e raised to minus the energy of ith minus the energy of jth, okay, divided by kt, where t is the temperature and k is the Boltzmann constant. Generally നമ്മൾ ഈ KT നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് 0.026 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഒരു ടിപ്പിക്കൽ നമുക്കൊരു ദ പോപ്പുലേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു നോ വെദർ യു ആർ ഏബിൾ ടു ഒബ്സർവ് ദ സ്പെക്ട്രം. അപ്പോൾ അതായത് ആ സ്പെക്ട്രം നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടോ, അത് വളരെ വീക്ക് സ്പെക്ട്രമാണ്. ഓൾ ദീസ് ആർ ഗവേൺഡ് ബൈ ദിസ് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, which is the ratio of the population ratio of the states. Okay, so with that I finish my introduction and general or introductory topics. Next we'll go into rotational spectra or microwave spectra. Thank you.